മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ആരാ മേക്കപ്പ് ചെയ്തേ? ഞങ്ങളുടെ നാട്ടില് ബ്യൂട്ടി പാർലർ എടുത്തിന് പുഷ്പലത ചേച്ചി. വെജിറ്റേറിയനെ മാത്രമേ കല്യാണം കഴിക്കൂന്ന് വാശി പിടിച്ചിരുന്ന എന്നെ വെജിറ്റേറിയൻ ആണെന്നും പറഞ്ഞ് കല്യാണം കഴിച്ച കള്ളനാണ് ചേട്ടൻ. നുണ പറയാൻ മിടുക്കനല്ലേ. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന ബ്രഷ് ഇത്. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ ഐ സീ. യെസ്, ഐ ആം ഇൻ ദി സീ. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നു. ആ ലിസ്റ്റ് ഒന്നുകൂടി കേക്കട്ടെ. ഡൈനിങ് ടേബിൾ പൂപ്പരുത്തി മതി, 2000 ഓ പൂപ്പരുത്തി അവിടെ ഈട്ടി തന്നെ വേണം. 25,000. സോഫ സെറ്റ്. ചൂരല് മതി. റെപ്രസെന്റേറ്റീവിന് ഇരിക്കാനില്ല, യമുനയ്ക്കാം. കുഷൻ തന്നെ വേണം, കുതിച്ചു പോകണം. അതിന് കുതിരപ്പുറത്ത് കയറിയാ പോലെ. തമാശകള കൂട്ട്. 25,000. മനസ്സിലിരിപ്പൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഒരു റെപ്രസെന്റേറ്റീവ്. റെപ്രസെന്റേറ്റീവ് അല്ല ഇന്ദു, റെപ്രസെന്റേറ്റീവ്. രണ്ടും ഒന്ന് തന്നെയാ. പേര് ഉമ്മ. എന്താ? ഉമ്മ. അയ്യോ ചേച്ചി. അയ്യോ എന്തിനാ ചേച്ചി വിളിക്കുന്നേ? പിന്നെ പട്ടാപ്പകൽ അഭിമാനായ യുവതിയുടെ മുഖത്ത് നോക്കി ഉമ്മയെ വെച്ച് ഉണ്ടായിരിക്കണോ? എന്നാ ഉമ്മൻ അങ്ങ് ചെല്ല. വെള്ളം തലേ താന്ന് ഉമ്മന് തുമ്മല് പിടിക്കാതെ ചെന്ന് കുളിക്കാണോ? യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കറസ്പോണ്ടൻസ് കോഴ്സ് കുക്കിംഗ് 1-ാം കൂടെ പാസ്സായവളാണ് ഞാൻ. എന്റെ മഷൂസ് ഒക്കെ വെച്ചിട്ടുണ്ട്. കുക്കിംഗിൽ ഡിപ്ലോമസിയും നേടിയ ഞാൻ അവിടെ കിടക്കുന്നു. ചെടിക്ക് കുഴി കൊണ്ടുവന്ന നിങ്ങൾ അവിടെ കിടക്കുന്നു. This is the first time I'm attending a audio launch of a Tamil film. നിവിനോட പ്രേമം பார்த்துட்டு எனக்கு പ്രാന്തായി. ഞാൻ മറന്നു, എല്ലാം മറന്നു. പിന്നെ പ്രേമം മേലെ പ്രേമം വന്നു.